ചില ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടാകും ഇതെന്താ സമസ്ത ഇങ്ങനെ പൈസകൾ സ്വരൂപിക്കുന്നതെന്ന്. പല ആൾക്കാർക്കും സംശയങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ തഹിയ ഫണ്ടിലൂടെ സമസ്ത എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഇവിടെ തന്നെ വ്യക്തമായിട്ട് ഇവർ നമുക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദിനാർ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമേറിയ ആ മക്കയിൽ നിന്നും മദീനയിൽ നിന്നും ആ അറബ് രാജ്യങ്ങളിൽ നിന്ന് പരിശുദ്ധ ദീനിനെ ഇവിടെ എത്തിക്കാൻ ഇവിടുത്തെ സ്വഹാബത്തുൽ കിറാം ഇവിടത്തേക്ക് എത്തിയത് ഈ പായക്കപ്പലിലാണ്. അതാണ് ഈ സമസ്ത 100ാം വാർഷികത്തിന്റെ ഈ കപ്പൽ എന്നുള്ളതിൽ സൂചിപ്പിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം തന്നെ ഇത് തന്നെയാണ്. ഈ കാറിൽ ഒന്നും ബാക്കിയില്ല, എല്ലാ സ്ഥലം സമസ്തം മാത്രമാണ്. ഇതിന്റെ നമ്പർ പ്ലേറ്റ് അടക്കം KL26J1926. ഇതിന്റെ വിശദീകരണം സമസ്ത ഉണ്ടാക്കിയത് കേരളത്തിലാണ്. ജൂൺ 26-ലാണ്. ജെ എന്നുള്ളത് ജൂണിനെ സൂചിപ്പിക്കുകയാണ്. 1926 സമസ്ത ഉണ്ടാക്കിയത്. ഇവിടത്തേക്ക് കടന്നാല് സമസ്തയുടെ എല്ലാ 1926 മുതൽ ഈ സമയം വരെ സമസ്ത എന്ത് ചെയ്തു എല്ലാം ഈ ഹൈമയുടെ ഉള്ളിൽ ജലാലിയ ദർസ് കക്കിഞ്ചയുടെ പ്രിയ സുഹൃത്തുക്കളായ വിദ്യാർത്ഥികൾ മുതഅല്ലിമീങ്ങൾ ഇവിടെ നമുക്ക് നല്ലതുപോലെ കാഴ്ചപ്പാടുകൾ വെച്ച് തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഇത്രയൊക്കെ സമസ്തക്ക് വേണ്ടി ഏതൊക്കെ രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയും ആ രൂപത്തിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് സമസ്തയെ പരിചയപ്പെടുത്തണം ജനങ്ങൾക്ക്. മാഷാ അല്ലാഹ്. നമ്മുടെ ഈ കക്കിഞ്ചയുടെ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് ജലാലി ഉസ്താദിന്റെ അരുമ ശിഷ്യന്മാരായ ജലാലിയ ദർസിന്റെ വിദ്യാർത്ഥികൾ മാഷാ അല്ലാഹ് നല്ല ഒരു സൗകര്യങ്ങളാണ് ഇവിടെ ഉണ്ടാക്കി തന്നത്. അല്ലാഹു തആല അവരുടെ ഇൽമിലും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ആ ഉസ്താദിനും അതുപോലെ അവിടുത്തെ ശിഷ്യന്മാർക്ക് അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഈ സജ്ജീകരണത്തിന്റെ കാരണം കൊണ്ട് അല്ലാഹു തആല സമസ്തയുടെ നേതാക്കന്മാരുടെ പൊരുത്തം നമ്മുടെ ജീവിതത്തിലും ആ വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അല്ലാഹു തആല കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളെയും ഈ ഹൈമയിലേക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ വേണ്ടി ക്ഷണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.